വായിക്കാം. സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യോസഫിൽ നിന്ന് 5-ാം തലമുറയാണ് സെലോഫാഗാദ്. സെലോഫാഗാദിന്റെ മക്കളെ കുറിച്ച് നമ്മളോട് വായിച്ചു. എത്ര പെൺമക്കളാ? വായിച്ച പ്രിയ പൈതലിനെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കൊയർ, നല്ല നല്ല ഡ്രസ്സ്, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ഇവിടെ സെലോഫാഗാദിന് 5 പെൺമക്കൾ ഉണ്ടായിരുന്നു. ഈ 5 പെൺമക്കളുടെ പേരെന്തൊക്കെയാ? മഹള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ. 5 സഹോദരിമാർ. 5. സെലോഫാഗാദിന് 5 പെൺമക്കൾ ഉണ്ടായിരുന്നു. ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഇവര് 5 പേരും ഐക്യതയുള്ളവരായിരുന്നു. ഇവർ 5 പേരും വിശ്വാസമുള്ളവരായിരുന്നു. ഇവർ 5 പേരും ദൈവസഭയിൽ മുൻപന്തിയിലായിരുന്നു. ഇവർ 5 പേരും ദൈവാശ്രയത്തിൽ മുൻപന്തിയിലായിരുന്നു. ഇവർ 5 പേരും ദൈവാശ്രയമുള്ളവരായിരുന്നു. സ്തോത്രം. ഇവർ 5 പേരും ഒറ്റക്കെട്ടായി നിന്നു അവകാശം ചോദിച്ചു വാങ്ങിയ 5 പെൺമക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ വായിക്കുന്നു, ഞങ്ങളുടെ അപ്പന്റെ അവകാശം ഞങ്ങൾക്ക് വേണം. അന്നത്തെ കാലത്ത് പുത്രന്മാർക്കാണ് അപ്പന്റെ അവകാശമുള്ളത്. ആൺമക്കൾക്ക് മാത്രമേ അവകാശം കൊടുക്കുള്ളൂ, പെൺമക്കൾക്ക് അവകാശമില്ല. പക്ഷെ ഇവർക്ക് 5 പേർക്ക് ഒരാഗ്രഹം, കനാനിൽ ഞങ്ങൾക്കൊരവകാശം വേണം, ഞങ്ങൾക്കൊരവകാശം നേടണം. നിയമത്തിലില്ല. ആമേൻ. ഇവിടെ അങ്ങനെ ഒരു നിയമമില്ല. പക്ഷെ ഇവർ ഒറ്റക്കെട്ടായി പറഞ്ഞു, ഞങ്ങളുടെ അപ്പന്റെ പേരും ഞങ്ങളുടെ അപ്പന്റെ അവകാശവും ഞങ്ങൾക്ക് നിലനിർത്തണം. ഇത് അന്യർക്കായി പോകരുത്. അവർ ഒറ്റക്കെട്ടായി വന്നിട്ട് അവർ നേരെ എങ്ങോട്ടാ വരുന്നേ? അവർ 5 പേരും കൂടെ എവിടെ വന്നു? അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ് 2-ാം വാക്യത്തിൽ, അവർ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ മോശയുടെയും എലയാസർ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെയും സർവസഭയുടെയും മുൻപാകെ വന്നു. അവർ പറഞ്ഞത് എന്താ പറഞ്ഞേ? അവരെവിടാ പോയേ? മോശയുടെ വീട്ടിലാണോ പോയേ? അല്ല. കമ്മിറ്റി അംഗങ്ങളുടെ അടുത്താണോ പോയേ? അല്ല. ആമേ. കൂട്ടുകാരടുക്കിലേക്കാണോ പോയേ? അവര് പോയത് അവിടെ ഇവിടെ ഒന്നും അല്ലെന്നേ. അവർ വന്നത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ആമേ ദൈവ സഭയിൽ അവർ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പന്റെ അവകാശം വേണോ. ആമേ. അവിടെ ഇവിടെ അല്ല മക്കളെ പോയി പറയേണ്ടത് ദൈവ സഭയിലാ. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത ഇന്ന് പകൽ എത്ര പേരത് പറയാൻ തുടങ്ങും? ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ഈ ആരാധന ഹാളിൽ ഇരുന്നു കൊണ്ട് പറ, ഞങ്ങൾക്കൊരു അവകാശം വേണോ, ഞങ്ങൾക്ക് ആ ദൈവ സാന്നിധ്യം വേണോ. കൂടെ നിൽക്കാൻ ആര് കാണത്തില്ല? അപ്പന്റെ വീട്ടുകാര് കാണത്തില്ല, അമ്മ വീട്ടുകാര് കാണത്തില്ല, സഹോദരങ്ങൾ ആരും കാണത്തില്ല. പക്ഷേ ആമേ ദൈവജനം ഒറ്റക്കെട്ടായി നിൽക്കുന്നെങ്കിൽ, ദൈവസഭ ഒറ്റക്കെട്ടായി നിൽക്കുന്നെങ്കിൽ, സഹോദരിമാർ ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിയമത്തിൽ ഇല്ലാത്തത് നമുക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടും. പൂർണ്ണമായി വിശ്വാസത്തോടെ എത്ര പേർ ഏറ്റെടുക്കുക? സ്തോത്രം. അവർ ദൈവസഭയിലാ വന്ന് പറഞ്ഞു. നമുക്കിന്ന് സഭയിൽ വല്ലതും പറയാൻ പറ്റുമോ? ഇല്ല. പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് സാക്ഷിയൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ പേടിയാ. കാലങ്ങൾ മാറിപ്പോയി. ദൈവസഭയിൽ പറഞ്ഞ് പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എങ്ങനെയായിരുന്നു? സാക്ഷ്യം പറയും, എഴുന്നേറ്റ് നിന്ന്. ഞാനൊക്കെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ ഓർമ്മയുണ്ട്. അവരൊക്കെ വാവിട്ട് പൊട്ടിക്കരഞ്ഞ് ഞങ്ങളുടെയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയൊക്കെ വേദനകൾ പറയുമ്പോൾ ദൈവദാസൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസഭ ഒറ്റക്കെട്ടായി പ്രാർത്ഥിച്ച് ആലയം വിട്ടിറങ്ങുന്നതിന് മുൻപ് ആ വിഷയത്തിൻ്റെ മറുപടിയാ. വേറൊരു വ്യക്തി അറിയത്തില്ല, വേറൊരു മാമ
ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് പ്രാർത്ഥിച്ച് വിടുതലെടുക്കുന്ന ഒരു കാലം, ആ കാലം ഇന്ന് മാറിപ്പോയി. അന്നത്തെ പോലൊരു നല്ല കാലത്തിന് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കുന്നു? ആമേൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനത്തോട് പറയുക, ഞങ്ങളുടെ ദൈവദാസനോട് പറയുക, ദൈവസഭയോട് പറയുക, ദൈവ സാന്നിധ്യം വിറകർത്ത് പറയുക, അവിടെ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. പൂർണ്ണമായി വിശ്വാസത്തോടെ പറ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, ഇവിടെ നീ വിഷയം പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ കരം വെളിപ്പെടുമോ? വേദനയോടെ വിങ്ങിപ്പൊട്ടി വന്നിരിക്കുന്ന ദൈവജനത്തിനു വേണ്ടി, ആരോട് വിഷയം തുറന്നു പറയാൻ കഴിയാതെ ഭാരപ്പെടുന്ന ജനത്തിനു വേണ്ടി ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരികയാ. സ്വതന്ത്രം. മോശയെടുക്കൽ ചെന്നാൽ മോശയുടെ പ്രത്യേകത ജനത്തിന് വേണ്ടി, അതാ ആമേൻ. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലൊക്കെ ഉണ്ട്. ജനത്തിനു വേണ്ടി കവിണ് വീണ് കരയുന്ന ഒരു ഭക്തനാ. വിഷയം വരുമ്പോൾ കവിണ് വീണ് കരയും, പ്രാർത്ഥിക്കും. അതിനകത്തും മാത്രമേ ഉള്ളൂ പരിഹാരം. ജനത്തിന്റെ വിടുതലിന് വേണ്ടി കരയും. അതുകൊണ്ടാണ് ഈ പെൺകുഞ്ഞുങ്ങൾ ആരുടെയും വീട്ടിലൊന്നും പോകാതെ, കൂട്ടുകെട്ടൊന്നും ഉണ്ടാക്കാതെ, ഗൂഢാലോചനയ്ക്കൊന്നും പോകാതെ നേരെ എവിടെ വന്നത്? ആ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വന്ന് അവിടെ മോശയോ അഹരോനോ ആമേ സർവ്വസഭയും കേൾക്ക പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പന്റെ അവകാശം വേണം. സ്തോത്രം, സ്തോത്രം. അവര് വന്നു പറഞ്ഞു ഞങ്ങൾക്ക് വേണം. എന്നിട്ട് അവര് പറഞ്ഞ രണ്ട് കാര്യം. എന്താ പറഞ്ഞേ? ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. അവിടെ ഇങ്ങനെ വായിക്കുന്നേ, എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരകനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. ആമേൻ. കോരകന്റെ മത്സരത്തിൽ ചേർന്നിരുന്നില്ല. അവൻ സ്വന്തം പാപത്താൽ അത്രേ മരിച്ചത്. അപ്പനെ കുറിച്ച് പെൺമക്കൾ പറയുക, എൻ്റെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചു, സ്വന്തം പാപത്താൽ മരിച്ചു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പക്ഷേ എൻ്റെ അപ്പൻ കോരകന്റെ മത്സരത്തിൽ കൂടിയിരുന്നില്ല. എന്ന് വെച്ചാൽ ആത്മീയ നേതൃത്വത്തിനെതിരെ എൻ്റെ അപ്പൻ മത്സരിച്ചിട്ടില്ല, കമ്മിറ്റിക്കെതിരെ മത്സരിച്ചിട്ടില്ല, ദൈവസഭയിൽ മത്സരിച്ചിട്ടില്ല, ദൈവജനത്തോട് മത്സരിച്ചിട്ടില്ല. പക്ഷേ അവൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്താണ് കോരകന്റെ മത്സരം? എന്താ കോരകന്റെ മത്സരം? കോരഹ്, അബീരാം, ദാൻ, ഓൻ, ഇവർ 4 പേരും 250 പുരുഷന്മാരുമായി എവിടെ വന്നു? മോശയടിക്കൽ വന്നു. മോശയടിക്കൽ വന്നിട്ട് പറഞ്ഞു, നിനക്ക് മാത്രം നേതൃത്വ നിരയിൽ ഇരുന്നാ മതിയോ? നിനക്ക് മാത്രം അധികാരത്തിലിരുന്നാ മതിയോ? നിനക്ക് മാത്രം ആമേ ഉന്നത തലത്തിൽ ഇരുന്നാ മതിയോ? ഞങ്ങൾക്കും ഈ പദവി വേണം, ഞങ്ങൾക്കും ഈ സ്ഥാനം വേണം എന്ന് പറഞ്ഞ് ആര് മത്സരിച്ചു? കോരകും കൂട്ടരും മത്സരിച്ചു. സ്വത്രം. മത്സരത്തിന് പോകരുത്, മത്സരിക്കാൻ പോകരുത്. മത്സരിക്കാൻ പോകുന്നവരുടെ അവസാനം അവിടെ വായിക്കുന്നുണ്ട്. 16-ാം അധ്യായം 17-ാം അധ്യായം ഒക്കെ വായിക്കുന്നുണ്ട്. ഇപ്പൊ വായിക്കണ്ട. അവിടെ വായിക്കുന്നത് മത്സരത്തിന് പോയവർ ജീവിതം തകർന്നുപോയി. മോശയടുക്കൽ മത്സരിക്കാൻ വന്നു, അവിടെയും മോശ കവിട് വീണു. ആമേ. സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൽ മോശ കവിട് വീണ് പ്രാർത്ഥിക്കുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോ വടി കൊണ്ടുവരണം. ലേവി ഗോത്രത്തിന്റെ വടിമോലോ അഹരോന്റെ പേരെഴുതണം. 12 വടി കൊണ്ടുവച്ചു. പ്രഭാതത്തിൽ നോക്കുമ്പോൾ ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി തളിർത്തു. അഹരോന്റെ വടി തളിർത്തു, പൂത്തു, ബദാം ഫലം കായിച്ചു. ഒറ്റ രാത്രി കൊണ്ട് ഫലത്തെ ഉളവാക്കി തെളിയിച്ചു കൊടുത്തെങ്കിൽ ചില മത്സരത്തിന് വരുമ്പോൾ ആമ ഒറ്റ രാത്രി കൊണ്ട് തെളിയിക്കുന്ന
ദൈവം തെരഞ്ഞെടുത്തവർക്ക് നേരെ മത്സരിക്കണ്ട. വിശ്വാസത്തോടെ ഏറ്റെടുക്കട്ടെ കർത്താവിന്റെ കര. ആമേൻ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് കവണ് വീണ് കരയാൻ തയ്യാറാകുക, നിലവിളിക്കാൻ തയ്യാറാകുക, ദൈവസന്ധി വില കൊടുക്കാൻ തയ്യാറാകുക. എത്ര പേർ കുഞ്ഞുങ്ങളൊക്കെ ശക്തമായി ഏറ്റെടുത്തിട്ട് പറ, ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കര, ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ഉടമല റിഗനക ഞങ്ങളോട് മത്സരിക്കുന്നവരോട് ഞങ്ങൾ മത്സരിക്കാൻ പോകത്തില്ല. ദൈവസന്ധി മുട്ടുമടക്കുക, ദൈവസന്ധി നിലവിളിക്കുക, ദൈവസന്ധി കരയുക, ദൈവസന്ധി വില കൊടുക്കുക. എത്ര പേർ തയ്യാറാ? പക്ഷേ ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ചാ മരിച്ച്. മരുഭൂമിയിൽ വെച്ച് പട്ടുപോയത് ആരാ മരിച്ചുപോയെ? മോശ 12 പേരെ ദേശം ഒറ്റുനോക്കാൻ അയച്ചില്ലേ? അതിലെ 10 പേര് വന്ന് പറഞ്ഞു ദേശം കൊള്ളില്ല, ആ ദേശം പാർപ്പിന് കൊള്ളില്ല, അവരുടെ മുന്നിൽ ഞങ്ങൾ വെട്ടിക്കിളി കണക്കിരിക്കുക, ഞങ്ങൾ അങ്ങനെയാ എന്ന് പറഞ്ഞ് അവർ പറയുന്നത് കേട്ട് അനേകരുടെ ദൈവാശ്രയം വിട്ടുപോയി, അനേകർ പിന്മാറിപ്പോയി. പക്ഷേ ദൈവത്തോട് പറ്റി നിന്ന യോശുവായും വേറൊരു സ്വഭാവമുള്ള കാലേബും പറഞ്ഞു, കർത്താവ് ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആ ദേശം അവകാശമാക്കോ, ഞങ്ങൾ ആ ദേശം കൈവശമാക്കോ. ഹല്ലേലൂയ. ആമേ. സ്തോത്രം. ഒറ്റ കാര്യം വിശ്വസിക്ക്. ആമേ. ഭൂരിപക്ഷത്തിന്റെ കൂടണ്ട. 2 പേരെ ഉള്ളൂ. മതി മക്കള്, 2 പേരെ ഉള്ളൂ, അത് മതി. ദുർവർത്തമാനം പറയുന്നവരുടെ കൂട്ടത്തിൽ കൂടരുത്, ദുർവർത്തമാനം പറയുന്നവരോടൊപ്പം നിൽക്കരുത്. പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി എത്ര പേർ ഏറ്റെടുക്കൂ? ദൈവ സാന്നിധ്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുക. കർത്താവ് ചിലർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, കർത്താവ് ചിലരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഉടവന റിഗനകടകെ. ആമേൻ. നീ ദുർവർത്തമാനം പറയുന്നവരുടെ കൂടെ കൂടിയ നിന്റെ കുടുംബത്തിൽ വരേണ്ടുന്ന നന്മകളെ, കുടുംബത്തിൽ വെളിപ്പെടേണ്ട നന്മകളെ ആമേ തടഞ്ഞു ശക്തമായി ശക്തിയോടെ എത്ര പേർ ഏറ്റെടുക്കുന്നു? ആത്മാവിന്റെ സാന്നിധ്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുക, ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുക. കർത്താവ് ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട്, കർത്താവ് ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആ ദേശം കൈവശമാക്കൂ, ഞങ്ങൾ ആ ദേശം അവകാശമാക്കൂ. അനാക്യമല്ലന്മാർ ഞങ്ങൾക്ക് വിഷയമല്ല, വെള്ളമില്ലാത്ത ദേശം വിഷയമല്ല, ഞങ്ങൾ ആ പട്ടണം കൈവശമാക്കൂ. എത്ര പേർ പറയൂ യേശുവിന്റെ നാമത്തിൽ ആ ദേശം അവകാശമാക്കുവാൻ? കുഞ്ഞുങ്ങളെല്ലാം കരങ്ങളെ അടിച്ചുകൊണ്ട് ശക്തമായി തലമുറകളുടെ മേൽ അസാധാരണ ദൈവ സാന്നിധ്യം വെളിപ്പെടുക. ഞങ്ങളുടെ തലമുറകൾക്ക് അവകാശം.
ഓ ആത്മശക്തി വ്യാപരിക്കട്ടെ, ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. പത്തു പേര് വന്ന് പറഞ്ഞു, ആ ദേശം കൊള്ളില്ല, ആ ദേശത്ത് അനാക്യമല്ലന്മാരുണ്ട്, അവിടെ ഫലമില്ല, അവിടെ വെള്ളമില്ല, ആ ദേശത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വെട്ടിക്കിളി കണക്കാ, അതുകൊണ്ട് അവിടെ പാർപ്പിന് കൊള്ളില്ലെന്ന് പറഞ്ഞ് അവർ ദൈവത്തിന്റെ ആശ്രയം, ദൈവാശ്രയം വിട്ടപ്പോൾ അവരോടൊപ്പം എൻ്റെ അപ്പനും കൂടിയത്. പക്ഷേ ആമേൻ, ദൈവത്തോട് പറ്റി നിന്ന് രണ്ടുപേരുണ്ടായിരുന്നു, യോശുവയും കാലേബും. അവർ ആ ദേശം പിടിച്ചടക്കിയില്ലേ, അവർ ആ ദേശം അവകാശമാക്കിയല്ലേ, അവരോടൊപ്പം കൂടിയില്ല. എന്തുകൊണ്ടാ മക്കളെ? ദൈവാത്മാവിൽ ശക്തമായി പറയാം, നീതിക്ക് വേണ്ടി നിൽക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, ദൈവകൃപ നിൽക്കുന്ന ഒരാളെ ഉള്ളെങ്കിൽ അവരോടൊപ്പം നീ നിന്നാൽ നിന്റെ ജീവിതം പരാജയപ്പെടത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഭൂരിപക്ഷത്തിന്റെ കൂടെ പോയാൽ നിന്റെ പരാജയപ്പം, നിന്റെ തലമുറയുടെ നന്മകൾ പരാജയപ്പെടും. അവൻ പലയിടത്ത് നീ പട്ടുപോകേണ്ടി വരും. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയാം. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സാന്നിധ്യത്തോടെ, ദൈവത്തിന്റെ സാന്നിധ്യത്തോടെ, ദൈവശക്തിയോടെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുക, അസാധാരണ ദൈവശാന്തി നിറഞ്ഞു നിൽക്കുക. യേശുവിന്റെ നാമത്തിൽ ആ ദൈവശക്തി പ്രാപിച്ചെടുക്കട്ടെ, ആ ദൈവത്തിന്റെ കൃപ പ്രാപിച്ചെടുക്കട്ടെ. ചില ദേശങ്ങൾ നിനക്ക് തരാൻ പോവുക. എത്ര അനാക്യമല്ലന്മാരാണെങ്കിലും നീ പാർക്കുന്ന ദേശം നിനക്കുള്ളതോ, നീ പാർക്കുന്ന ദേശം നിന്റെ ദേശമോ. അനാക്യമല്ലന്മാരുടെ ദേശമാണെങ്കിലും പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ള ദൈവ പൈതലേ, ആ ദേശം നിനക്കുള്ളതോ.
ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടത്തില്ല. ആത്മീയ നേതൃത്വത്തിനെതിരെ ഞങ്ങൾ മത്സരിക്കത്തില്ല. ഞങ്ങൾ മരുഭൂമിയിൽ പട്ടുപോകില്ല. ഞങ്ങൾക്ക് കനാനിൽ ഒരു അവകാശം തരണം. ആമേ. അവിടെ പറഞ്ഞത് എന്താണെന്നറിയാവോ? മോശയുടെയും എലിയാസർ പുരോഹിതന്റെയും ആമേ അഹരോന്റെ സർവ്വസഭയുടെയും മുൻപാകെ നിന്ന് ഈ പെൺകൊച്ചുങ്ങൾ പറയുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പന്റെ അവകാശം വേണം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അല്ലേ? സ്തോത്രം. അവിടെ അങ്ങനല്ലേ വായിക്കുന്നേ? ഒന്ന് വായിച്ച മോളെ, 5-ാം വാക്യം തോന്നുന്നു. ആ ആ നോക്കിക്കേ, അപ്പന്റെ അവകാശം ചോദിച്ചാൽ ഒരു പക്ഷേ വെള്ളമില്ലാത്ത, അല്ലെങ്കിൽ വെള്ളം കയറുന്ന, വീട് വെക്കാൻ കൊള്ളാത്ത ചതുപ്പ് നിലം ആർക്ക് കൊടുക്കും? ഈ പെൺപിള്ളേർക്ക് അല്ലേ? അവരുടെ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അവർക്ക് സഹായത്തിന് വേണ്ടി ആരുമില്ല. കാരണം നിയമം അവർക്ക് വിരോധമല്ലേ. പെമ്മക്കൊക്കെ അപ്പന്റെ അവകാശം കൊടുക്കത്തില്ല. അപ്പൻ മരിച്ചാൽ പിന്നെ അവകാശം പെൺപിള്ളേർക്ക് ഇല്ലെന്നേ. സ്തോത്രം. ഇതിനു മുൻപ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. പെൺമക്കൾ ജനിച്ചു, അവരുടെ കൂടെ നിൽക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അവർ ജീവിച്ചു, അവർ മരിച്ചു, അപ്പന്റെ ഓഹരിയൊക്കെ അന്യർക്കായി പോയി. പക്ഷേ ഇവര് പറഞ്ഞത് പറ്റില്ല. ഞങ്ങൾക്ക് എവിടെങ്കിലും തന്നാ പോരാ, ഞങ്ങൾക്ക് ഏതെങ്കിലും ഉൾഗ്രാമത്തിൽ തന്നാ പോരാ, ഞങ്ങൾക്ക് വണ്ടി പോകാത്ത ഇടത്തോ ആൾ നടന്നു പോകാൻ പറ്റാത്തോ വഴിയില്ലാത്ത സ്ഥലമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു ഓഹരി വേണം. നമ്മൾ ചോദിച്ചാൽ എന്റെ അപ്പൻ തരുമോ? എന്റെ സ്വർഗത്തിൽ അപ്പൻ തരും. മക്കളെ, വിശ്വാസത്തോടൊന്ന് ചോദിച്ചു നോക്ക്. ഒറ്റക്കെട്ടായി ഐക്യതയോടെ നിന്ന് ചോദിക്ക്. ചില അവകാശങ്ങൾ തരും. ആരോട് ചോദിക്കണ്ട, ദൈവ സന്നിധി കരോ. അവർ ദൈവസന്നിധിയിൽ വന്നിട്ട് പറഞ്ഞ്, ഞങ്ങൾക്കൊരവകാശം വേണം. സ്തോത്രം. നമ്മൾ ചോദിച്ച കർത്താവ് തരും. നബിസന്ധി കരഞ്ഞ നമുക്ക് തരും. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങള് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് IPSC ഉള്ള ബന്ധത്തിലാണ് ശുശ്രൂഷയിലായിരിക്കുന്നത്. ചില ഏറിയ വർഷങ്ങൾക്ക് മുൻപ്, 10-15 വർഷത്തിന് മുൻപ്, കലയപുരത്തിനടുത്ത് പെരിങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ നിന്ന് നിങ്ങൾക്ക് അടുത്ത ട്രാൻസ്ഫർ കിട്ടിയത് ഞങ്ങൾ ഇപ്പോൾ പാർക്കുന്ന കൊട്ടാരക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ എടുത്തു. ഞങ്ങൾ ഇവിടെ നിന്ന് സാധനങ്ങളെല്ലാം വാരിക്കെട്ടി, കുറച്ച് സാധനങ്ങളുള്ളതെല്ലാം വണ്ടിക്കകത്താക്കി ഞങ്ങൾ ഈ വാടക വീട്ടിലേക്ക് വന്നു. ഈ വീട്ടിൽ വന്നപ്പോൾ ഈ വീട് പൂട്ടിയിട്ടിരിക്കുക. ഞങ്ങൾ ചോദിച്ചു, അടുത്തുള്ളവരോട് ചോദിച്ചു, ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ പാർക്കാൻ വേണ്ടി അവർ അനുവാദം തന്നിരിക്കുക, ഈ വീട്ടിൽ ആരും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, വീട് കൊടുക്കുന്നില്ലല്ലോ, കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. തൻ്റെ ദാസന് കാലുവയ്യ. ഞങ്ങൾ റോഡിൽ സാധനം ഇട്ട് അവിടെ നിന്ന് ചുമ്മി ഞങ്ങൾ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ടതാ. ഒത്തിരി നടന്നു വേണം, വാഹനം പോകാത്ത ഇടമായിരുന്നു വാടക വീട്. അവിടെ കൊണ്ടുവന്നിട്ടതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നില്ല. 2 കൊച്ചു ആൺകുഞ്ഞുങ്ങളാ. ഈ 2 പേരുടെയും കൈക്ക് പിടിച്ച് ഞങ്ങൾ റോഡിലോട്ട് വന്നിട്ട് ഞങ്ങൾ ഡിസ്ട്രിക്ട് പാസ്റ്ററെ വിളിച്ചു. പാസ്റ്റർ പറഞ്ഞു, ബിജു പാസ്റ്ററെ, ഞാൻ മറന്നുപോയി പറയാൻ. കഴിഞ്ഞ ദിവസം വീട്ടുകാർ വിളിച്ചു പറഞ്ഞു ആ വീട് കൊടുക്കുന്നില്ല എന്ന്. ഞങ്ങളോട് പറയാൻ മറന്നുപോയി. ഞങ്ങൾ റോഡിന് നടുക്ക് നിൽക്കുക. ഞങ്ങൾ എങ്ങോട്ട് പോകണം? പോകാൻ എൻ്റെ വീടൊരു കുഞ്ഞു വീടാ. അച്ഛൻ്റെ വീടും ചെറിയ വീട്, അനിയനും കുടുംബവും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പോകാനൊരിടമില്ല. അവിടെ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. 2 ആൺകുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് കരഞ്ഞു, ഞങ്ങൾക്ക് പോകാനിടമില്ല കർത്താവേ,
ഞങ്ങൾക്ക് പക്ഷേ ആരും അടിച്ചിറക്കാത്തൊരു വാടക വീട് വേണമെന്ന് പറഞ്ഞ് ദൈവസന്ധി അലറി കരഞ്ഞൊരു സ്ഥലമുണ്ട്. ആമേൻ. അവിടെ നിന്ന് ഞങ്ങളുടെ കണ്ണുനീര് ധാരധാരയായി ഒഴുകി ദൈവസന്ധി നിലവിളിച്ച്, കർത്താവേ ആമേൻ, ഒരു വാടക വീട് ഞങ്ങൾക്ക് ഒരുക്കി തരണം. ഈ സാധനവുമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പോകാൻ അനുവദിക്കരുതെന്ന് ചങ്കുപൊട്ടിക്കരഞ്ഞൊരു കരച്ചില. റോഡിന്റെ നടുക്ക് നിന്ന് കരയാന്ന് വെച്ച എന്താ സ്വത്രം. പക്ഷേ ആമേൻ, ഞങ്ങളുടെ പിതാവ് വന്ന് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ഒരു ഷെഡൊക്കെ വെച്ച് ഞങ്ങളെ അതിൽ പാർപ്പിച്ചു. എന്നാൽ അന്ന് കരഞ്ഞ കരച്ചില്ല. ഇവിടെ ഒരു ഭവനം തരണമെന്ന് അന്ന് വാടകയ്ക്ക് വേണ്ടിയാ ചോദിച്ച് കരഞ്ഞ്. പക്ഷെ കർത്താവ് അത് എഴുതിയിട്ടു. കർത്താവ് എഴുതിയിട്ടു. ഒരു ഭക്തന്റെ കരച്ചിൽ കർത്താവ് എഴുതിയിട്ടു. വാടക വീടല്ല, സ്വന്തമായ സ്ഥലം, ഭവനം കർത്താവ് ഒരുക്കി തന്നെങ്കിൽ എവിടെ നീ നിലവിളിക്കുന്നു, ഏത് ദേശത്ത് നിലവിളിക്കുന്നു, എവിടെ കരയുന്നു, മക്കളെ ഇന്ന് പകൽ നിന്റെ കൂടെ നിൽക്കാൻ ആരും വേണ്ട, നിന്നെ ചേർത്ത് പിടിക്കാൻ ആരും വേണ്ട. അവൻ നിന്നെ കൈവിട്ട വിഷയങ്ങൾ കാണോ, പക്ഷെ സ്വർഗത്തിൽ അപ്പം നിനക്കൊരു ദൈവ പ്രവൃത്തി അവൻ നമുക്ക് വേണ്ടി വെളിപ്പെടെ വിശ്വസിക്ക്. അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് പറ, ഞങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ഒരു അവകാശം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് നിന്നെ കൈവിടത്തില്ല മക്കള്, നിന്നെ അനാഥരായി വിടത്തില്ല, നിന്നെ വഴിയിൽ വിടത്തില്ല. യഹോവയുടെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടും. ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ തന്നെ ഒരവകാശം, ഒരു ഓഹരി വേണം. ആമേൻ. മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവം പറഞ്ഞു അവർക്ക് കൊടുക്കാം. ദൈവം പറഞ്ഞു കൊടുക്കാം. സ്തോത്രം. ഐക്യതയോടെ ദൈവസന്ധി സഹോദരിമാരെ ഒറ്റക്കെട്ടാൻ നിൽക്കാമോ? ദൈവദാസന്മാർക്ക് കഴിയാത്തത്, ദൈവദാസന്മാർക്ക് പോകാൻ പറ്റാത്ത ഇടങ്ങളിൽ ഈ ആമേൻ ന്യൂ ഇന്ത്യ ചർച്ചക്കോടിന്റെ സഹോദരിമാരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാമെങ്കിൽ ചില പട്ടണങ്ങളെ ജയിക്കാൻ പറ്റും, ചില ദേശങ്ങളെ പിടിച്ചെടുക്കാൻ പറ്റും, ആമേൻ, ചില കുടുംബങ്ങളെ നേടിയെടുക്കാൻ പറ്റും. ഒറ്റക്കെട്ടായി സഹോദരിമാർ ഐക്യതയോടെ വിശ്വാസത്തോടെ ദൈവസഭയിൽ മുൻപന്തിയിൽ നിന്നാൽ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. സ്തോത്രം. വെറുതെ അല്ലെന്നേ ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ വെക്കുന്നത്, വെറുതെയാണോ? അല്ല. ദൈവം പറഞ്ഞു ഇവർക്ക് കൊടുക്കാം, അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ തന്നെ ഒരു അവകാശം കൊടുക്കാം. പക്ഷെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത സമരമുറയായിട്ട് ഇവരങ്ങ് എഴുന്നേറ്റു. ആര്? അപ്പന്റെ സഹോദരന്മാരങ്ങ് എഴുന്നേറ്റു. അവരെഴുന്നേറ്റ് ലേവ്യ പുസ്തകം 25-ാം അധ്യായമൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. സ്തോത്രം. അവിടെ എഴുതിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിന്റെ ആമേൻ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 10-ാമത്തെ വാക്യം. ശുദ്ധീകരിച്ചു ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കും. യോബേൽ സംവത്സരം. നോക്കിക്കേ, ദൈവം പറഞ്ഞു അവകാശം കൊടുക്കാമെന്ന്. പക്ഷേ അപ്പന്റെ സഹോദരന്മാര് വന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ഇവർക്ക് ദേശം കൊടുക്കാൻ പറ്റത്തില്ല. യോബേൽ സംവത്സരം വരും. ഈ പെൺകൊച്ചുങ്ങൾ ഏത് ഗോത്രത്തിൽപ്പെട്ടതാ? ഏത് ഗോത്രത്തിൽ നമ്മൾ വായിച്ച? മനശ്ശെ ഗോത്രത്തിൽപ്പെട്ടത്. ഇവരേത് ഗോത്രത്തിലാ? മനശ്ശെ ഗോത്രത്തിലാ. അപ്പൊ ഇവരെ മറ്റു ഗോത്രത്തിലേക്ക് കെട്ടിച്ചു വിട്ടാൽ, ഇവര് 5 പേരും കന്യകമാരല്ലേ, ഇവരെ മറ്റു ഗോത്രത്തിലോട്ട് കെട്ടിച്ചു വിടും. സെബൂലൂൻ, നഫ്താലി, സഹാർ അങ്ങനെയുള്ള ഗോത്രങ്ങളിലേക്ക് കെട്ടിച്ചു വിട്ടാൽ യോബേൽ സംവത്സരം വരുമ്പോൾ അന്ന് സാന്ദ്രയുണ്ട് ഇവർക്കൊക്കെ അല്ലേ. ഇവരെല്ലാവരും, ഇവരും ഭർത്താവും ഇവരുടെ ഭർത്താക്കന്മാരും ഇവരുടെ മക്കളും ഒക്കെ എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വരും. എവിടെ?
ഈ അപ്പൻ്റെ സഹോദരന്മാരുടെ ഈ അവകാശത്തിന് വേണ്ടി വരും. അത് ഞങ്ങൾക്ക് പറ്റില്ല, അത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ അവകാശം മൊത്തം ആർക്കായി പോകും? ഈ പെൺപിള്ളേർക്കാവും. കൊടുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് അങ്ങ് എഴുന്നേറ്റു. ഇവര് കരുതി തടസ്സമായി എഴുന്നേറ്റാൽ, സമരമുറയായി എഴുന്നേറ്റാൽ ഇവർ 5 പേരും കൂടെ അങ്ങ് വീട്ടിൽ ഒതുങ്ങുമെന്ന് കരുതി. പക്ഷെ അവര് പറഞ്ഞു, എത്ര പ്രശ്നം വന്നാലും, എത്ര യോബേൽ സംവത്സരം വന്നാലും, ഏതൊക്കെ പ്രതികൂലം വന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പന്റെ അവകാശം കിട്ടിയേ മതിയാകത്തുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പന്റെ അവകാശം വേണമെന്ന്. അതാണ് അവർ സമരമുറയായി എഴുന്നേറ്റു. അതാ പ്രതികൂലം വരുമ്പോൾ വീട്ടിന് അകത്ത് കയറി ഒതുങ്ങിയിരിക്കേണ്ടവരല്ല നമ്മൾ, ആണോ? ചില സഹോദരിമാർക്ക് ചെറിയ പ്രശ്നം മതി, അവർ പിന്നെ പുറത്തോട്ട് ഇറങ്ങത്തില്ല. ഒരു മീറ്റിങ്ങിന് വിളിച്ച മനസ്സിനൊരു സുഖമില്ല, വരുന്നില്ല, അല്ലേ? അങ്ങനെ പറയുന്നതിനില്ലേ? ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് എത്ര പ്രതികൂലമാണെങ്കിലും മുന്നിട്ടിറങ്ങാൻ എത്ര പേർ തയ്യാറാ? ആ പ്രതികൂലത്തെ അതിജീവിച്ച് നീ മുന്നോട്ട് പോകാമെങ്കിൽ, ഹല്ലേലൂയ, ആരൊക്കെ തടസ്സമായി നിന്നാലും, എത്ര എതിരുകൾ നിനക്കെതിരെ എഴുന്നേറ്റാലും, എത്ര പ്രതികൂലങ്ങൾ വന്നാലും, എത്ര രക്തബന്ധങ്ങൾ തടസ്സമായാലും, എത്ര കൂട്ടു സഹോദരങ്ങൾ എതിരെ നിന്നാലും, അവൻ നിയമം നിനക്ക് വിരോധമാണെങ്കിൽ പ്രാർത്ഥിച്ച് ഒറ്റക്കെട്ടായി മുന്നിട്ട് നിൽക്കുന്നു എങ്കിൽ അവൻ അതിനെയെല്ലാം തിരുത്തി എഴുതിക്കൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നീ ചോദിച്ചത് തന്നെ നിനക്ക് തരാൻ എന്റെ കർത്താവ് ശക്തനോ. ദൈവസഭ, പ്രത്യേകിച്ച് കൂടുതലും ദൈവവേലയിലായിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസിമാർ, ആമേ സ്തോത്രം, ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പാർക്കുന്ന ചുറ്റുപാട് നിന്ന് നമ്മൾക്കെതിരെ ആരൊക്കെ എഴുന്നേറ്റാലും, എത്ര വ്യക്തി ജീവിതങ്ങൾ തടസ്സമായി എഴുന്നേറ്റാലും, ആരാധനയ്ക്ക് വിരോധമായി നിന്നാലും, ഒറ്റക്കെട്ടായി പ്രാർത്ഥിച്ചു കയറിക്കോ. ആമേ തടസ്സങ്ങളെ പൊട്ടിച്ചുകൊണ്ട് അവർ ആലയത്തിനകത്ത് കടന്നു വരും. ഒരു മനപ്പെട്ട് ആരാധിക്കത്തക്കവണ്ണം ദുഷ്ടശക്തികളെ നികർത്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവത്തിന്റെ കരം. നമ്മൾ പേടിച്ചോടുന്നവരല്ല, നമ്മൾ ഭയന്നോടുന്നവരല്ല, നമ്മൾ ഭയന്ന് പോകുന്നവരല്ല. ധീരതയോടെ, ധൈര്യത്തോടെ, ദൈവാശ്രയത്തോടെ, വിശ്വാസത്തോടെ നാം മുൻപന്തിയിലേക്ക് പോ. അപ്പോ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ആരൊക്കെ തടസ്സമായി എഴുന്നേറ്റാലും ദൈവം പറയുക, ഈ കൊച്ചുങ്ങൾ മനുഷ്യഗോത്രത്തിൽപ്പെട്ടവരാ, ഇവരെ മറ്റു ഗോത്രത്തിലോട്ട് കെട്ടിച്ചു വിടണ്ട, മനുഷ്യഗോത്രത്തിലുള്ളവരെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണം. സ്തോത്രം. ദൈവം പറഞ്ഞതാണോ? ദൈവം പറഞ്ഞതാണോ? അതെ, ദൈവം പറഞ്ഞതാ മക്കളെ. കർത്താവ് നമുക്ക് വേണ്ടി സംസാരിച്ചാൽ സംസാരിച്ചതാ. ആമേൻ. നാം പറഞ്ഞില്ലേ, എൻ്റെ കൂടെ ഒന്ന് പ്രതികരിക്കാൻ ആരുമില്ല, എൻ്റെ കൂടെ ഒന്ന് വരാൻ ആരുമില്ല, എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാൻ ആരുമില്ല, ആമേൻ, എനിക്ക് വേണ്ടി ഹല്ലേലൂയ ഒന്ന് ഇടപെടാൻ ആരുമില്ല. നമ്മൾ ചോദിച്ചില്ലേ? ചോദിച്ചു. കൂടെ നിൽക്കാൻ ആരും വേണ്ട, ആരും വേണ്ട. ഒരുപക്ഷെ നമുക്ക് പ്രതികരിക്കാൻ ശേഷി കാണത്തില്ല, പക്ഷെ ദൈവസന്നിധിക്ക് അറിയാൻ പറ്റും, അല്ലേ ആൻജി? ദൈവസന്നിധിക്ക് അറിയാൻ പറ്റും. നമ്മെ കരയുന്നവരെ കർത്താവ് വെറുതെ വിടത്തില്ല. ദൈവം പറഞ്ഞു, ഇവർക്ക് അവകാശം കൊടുക്കണം. ആമേൻ. സഹോദരന്മാരുടെ ഇടയിൽ തന്നെ ഇവർക്കൊരു അവകാശം കൊടുക്കണം. സ്തോത്രം. കൊടുക്കാം. നിയമം എഴുതി വെച്ചു. ഒറ്റ കാര്യം പറയട്ടെ, സിലബസിലില്ലാത്തത്, നിയമത്തിലില്ലാത്തത്, യൂണിവേഴ്സിറ്റിയിൽ ഇല്ലാത്തത്, ആമേൻ, നീ പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി
നിയമത്തെ മാറ്റി എഴുതുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ചരിത്രത്തിൽ ഇസ്രായേലിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തിയാണ് ആമേൻ ഇന്നിവിടെ വെളിപ്പെട്ടത്. വിശ്വസിക്കുക. ആമേൻ, സ്തോത്രം. ദൈവം പറഞ്ഞവർക്ക് അവകാശം കൊടുക്കുക. ചരിത്രത്തിൽ ഇല്ലാത്തത്, നിയമത്തിൽ ഇല്ലാത്തത്, യൂണിവേഴ്സിറ്റിയിൽ ഇല്ലാത്ത ഒരു നിയമം നമുക്ക് വേണ്ടി പാസ്സാക്കുന്ന ദിവസം എത്ര പേർ ഏറ്റെടുക്കുകയോ? എത്ര രേഖ എഴുതി തയ്യാറാക്കി വെച്ചാല്, ഏതൊക്കെ രേഖകൾ എഴുതി വെച്ചാല്, എത്ര കൈയെഴുത്ത് രേഖ എഴുതി വെച്ചാല് അതിനെ തകർത്തുകൊണ്ട് എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയോ. പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ശക്തിയോട് ഏറ്റെടുക്കട്ടെ, ശക്തമായി ഏറ്റെടുക്കട്ടെ. ചില നിയമങ്ങളെ മാറ്റി എഴുതാൻ പോവാ, ചില നിയമത്തെ മാറ്റി എഴുതാൻ പോവാ, ചില നിയമത്തെ മാറ്റി എഴുതാൻ പോവാ. അസാധാരണ ദൈവ സാന്നിധ്യം വെളിപ്പെടുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക. ചില പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ. നിയമത്തെ മാറ്റി എഴുതും. കരയുന്ന ഒരമ്മ ഒരു കുടുംബത്തിലുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ഒരു കുടുംബത്തിലുണ്ടോ? ആമേൻ. നമുക്ക് വേണ്ടി നിയമത്തെ മാറ്റി എഴുതും. എഴുതുവോ? എഴുതും. സ്തോത്രം. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. കരയാതെ നിന്റെ ശബ്ദം, കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. യിരെമ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, കരയാതെ നിന്റെ ശബ്ദം, കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. കരഞ്ഞ റാഹേലിന്റെ മക്കള് അവർ അനുഗ്രഹിക്കപ്പെട്ടോ? അവർ അനുഗ്രഹിക്കപ്പെട്ടോ? അതെ,
യോസഫും തന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടു. ബെന്യാമീൻ, സ്തോത്രം. ഇസ്രായേൽ ആദ്യത്തെ രാജാവ് ആരാ? ഇസ്രായേൽ ആദ്യത്തെ രാജാവ് ശൗൽ. ശൗൽ ഏത് ഗോത്രക്കാരനാ? ബെന്യാമീൻ. സ്തോത്രം. ശമൂവേൽ പ്രവാചകൻ ശൗലിനെ അഭിഷേകം ചെയ്ത് പറഞ്ഞയക്കുമ്പോ ശമൂവേൽ പറയുന്നുണ്ട്, നീ പോകുമ്പോൾ റാഹേലിന്റെ കല്ലറക്കരികിലൂടെ പോകണം. ഒരിക്കൽ കരഞ്ഞൊരു അമ്മയുടെ കല്ലറയായത്. അന്ന് നിലവിളിച്ചൊരമ്മയുടെ കല്ലറയാ. പക്ഷെ നിയമം മാറിയോ? മാറി. യഹൂദ ഗോത്രത്തിൽ നിന്നല്ലേ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നത്? അല്ലേ? രാജാക്കന്മാർ എഴുന്നേൽക്കുന്ന ഏത് ഗോത്രമോ? യഹൂദ. പക്ഷേ ആമേൻ, ഒന്നാമത്തെ രാജാവ് ഏത് ഗോത്രക്കാരനാ? ബെന്യാമീൻ ഗോത്രക്കാര്. ബെന്യാമീൻ ഗോത്രക്കാരനായ ശൗൽ രാജസ്ഥാനത്ത് വന്നെങ്കിൽ ഇന്നലകളിൽ കരഞ്ഞ ഒരു അമ്മയുടെ കണ്ണുനീര് നിയമത്തെ മാറ്റി എഴുതിയെങ്കിൽ ദൈവാത്മാ വ്യക്തമായി പറയുന്നു, നമുക്ക് വേണ്ടി ചില നിയമത്തെ മാറ്റി എഴുതിയോ. വിശ്വാസത്തോടെ പറ, എനിക്ക് വേണ്ടി നിയമത്തെ മാറ്റോ. നാമെ കരയുന്ന എനിക്ക് വേണ്ടി, ദൈവസം നിലവിളിക്കുന്ന എനിക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി. തലമുറയെ കൊള്ളില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഒരു അമ്മയുടെ കണ്ണുനീര് എല്ലാം തകർന്നു പോയി, എല്ലാം നശിച്ചു പോയി, എല്ലാം അസ്തമിച്ചു എന്ന് നിലവിളിച്ച ഒരു അമ്മയ്ക്ക് വേണ്ടി ചില നിയമത്തെ മാറ്റി എഴുതിയെങ്കിൽ ദൈവാത്മാവ് വ്യക്തമായി പറയുക.
ജനത്തെ തുടങ്ങണമേ, ജനത്തെ സന്ദർശിക്കണമേ, അങ്ങയുടെ ആത്മാവിന്റെ വലിയ ശക്തി ഇറങ്ങണമേ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തില്. പ്രതികൂല ഭരണവധി Praise the Lord. Hallelujah. Praise the Lord. അവർ പറഞ്ഞതുപോലെ മരുഭൂമിയിൽ പട്ടുപോയില്ല, ദുർവർത്തമാനം പറഞ്ഞവരുടെ കൂട്ടത്തിൽ കൂടിയില്ല. അവർ യോർദാൻ കടന്ന് അവർ കനാനിലെത്തി. യോർദാൻ കടന്ന് കനാനിലെത്തി. പക്ഷെ കിട്ടുമെന്ന് പറഞ്ഞ അവകാശം കിട്ടിയില്ല. പറഞ്ഞില്ലേ കൊടുക്കാമെന്ന്, അത് കിട്ടിയില്ല. മോശ മരിച്ചു, അഹരോൻ മരിച്ചു, കൂടെയുള്ളവരെല്ലാം മരിച്ചു. ഇവരെല്ലാം മരിച്ചു. മോശയല്ലേ പറഞ്ഞേ? മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവം മോശയോട് പറഞ്ഞു, മോശ ഈ സഹോദരിമാരോട് പറഞ്ഞു. പക്ഷേ പറഞ്ഞ മോശ മരിച്ചു, അഹരോൻ മരിച്ചു, കൂടെയുള്ള എല്ലാവരും മരിച്ചു. ഇവർ കനാനിലെത്തി, ഇവർക്ക് അവകാശം കിട്ടിയില്ല. പക്ഷേ ഈ പെങ്കുച്ചുങ്ങൾക്ക് അറിയാം, മോശ മരിച്ചാലും അഹരോൻ മരിച്ചാലും കൂടെയുള്ളവർ മരിച്ചാലും ആരൊക്കെ വിട്ടുപോയാലും വാഗ്ദത്തം തന്ന ആലോചന പറഞ്ഞ കർത്താവ് മരിച്ചിട്ടില്ല. അവൻ ഞങ്ങൾക്ക് കനാനിൽ അവകാശം തരും. ദൂത് പറഞ്ഞവരൊക്കെ മൺമറഞ്ഞു പോയാലും ദൂത് തന്നവൻ ഒരിക്കലും മറക്കത്തില്ല. മക്കളെ, പരിശുദ്ധാത്മാവിൽ എത്ര പേർ ഏറ്റെടുക്കിയോ? Praise the Lord. മോശ മരിച്ചു. മോശയ്ക്ക് ശേഷം ആരാ? യോശുവ. ഇവർ നേരെ എവിടെ വന്നു? യോശുവയുടെ അടുക്കൽ വന്നു. യോശുവയുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളൊന്നും വായിക്കണം, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതുപോലെ തന്നെ യോശുവയും ദൈവത്തോട് എടുത്തെങ്കിൽ ഒന്ന് വായിച്ചു. ആ ആ ആ ആ ആ ആ
യോശുവ 17 1 മുതലുള്ള വേദഭാഗങ്ങൾ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. അവിടെ വായിക്കുന്നു, മോശയ്ക്ക് പകരം ആര് വന്നു? യോശുവ വന്നു. യോശുവ ദൈവത്തോട് പറഞ്ഞു. യോശുവ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം എന്ത് പറഞ്ഞു? അവർക്ക് ആ ദേശം കൊടുക്കണം, അവർക്ക് ആ ദേശം അവകാശമായി കൊടുക്കണം. അവർ 5